ഗേസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടോ വന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓയിൽ തേക്കാൻ മുടിയിൽ ഞാൻ ദിവസം തേക്കാറുള്ളത് ചെമ്പരത്തി അരി വെളിച്ചെണ്ണ കേട്ടോ. അത് കഴിഞ്ഞ് അത് കഴിയാനുമായി കണ്ടെത്തിന് നിങ്ങൾക്ക് മനസ്സിലാവും ആകെ ഒരു ഇറ്റുള്ളൂ. അതാണ് ഞാൻ തീർത്ത് അപ്പോൾ നമുക്കത് നല്ല മുടിയിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ദിവസവും ഞാൻ തേക്കാറില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേക്കും, ആഴ്ചയിലൊരിക്കൽ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കുളിക്കാൻ നല്ലതല്ലേ. അപ്പോൾ നമുക്കിനി കുളിച്ചിട്ട് വരട്ടോ. അപ്പോൾ നമുക്ക് കുളിക്കാൻ പോവാം. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് കർക്കിടക മാസമായതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ കേട്ടോ. അത് കാരണം നമ്മൾ തലയൊക്കെ നനച്ചിട്ടുണ്ട്, തല തോർത്താട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാൻ വന്നിട്ടുണ്ട്. വിളക്ക് കത്തിക്കാം. പിന്നെ ഗൈസ്, നിങ്ങൾ എന്നെപ്പോലെ തോർത്ത് തല കെട്ടുന്നവരാണെങ്കിൽ നനഞ്ഞ തോർത്ത് കെട്ടാതെ പരമാവധി നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നതാണ് നനഞ്ഞ തോർത്ത് പരമാവധി തലയിൽ കെട്ടാൻ നോക്കണമെന്ന്. ഉണങ്ങിയതായാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വിളക്ക് കത്തിച്ച് രാമനാമങ്ങളൊക്കെ ചൊല്ലി നമ്മൾ പിന്നെ സ്വാമി റൂം അടച്ച് വരിക കേട്ടോ. നമ്മൾ ചന്ദനത്തിരിയും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചന്ദനത്തിരി കത്തിച്ച് നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ നമ്മൾ സ്വാമി റൂമൊക്കെ അടച്ച് ഇനി നമുക്ക് നമ്മളെ കാര്യത്തിലിട്ടെടുക്കാം. ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം നമ്മൾ ഫാനിൻ്റെ ഒട്ടിക്കൊന്ന് കാറ്റ് കൊള്ളാൻ നിന്ന്, കാശ്മീരത്തെ കാറ്റാണെന്നൊന്നും കരുതണ്ട നിങ്ങൾ, വലിയ കാറ്റൊന്നുമില്ല, ഫാനാണെന്ന് പേരുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ണെഴുതാം. അതാലോ എന്നും ആദ്യത്തെ ചടങ്ങ്, എനിക്ക് ആദ്യത്തെ ചടങ്ങ് അതാണ്. അപ്പോൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഐലൈനർ ഞാൻ കാണിച്ചു തന്നടാ. സാധാ ഐലൈനർ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ മൂക്കിലാണ് വന്ന് കുത്തുന്നത്, പൊട്ടിടാൻ വന്നിട്ട്. അപ്പോൾ നമുക്ക് പൊട്ടിടാനും എനിക്ക് കണ്ണാടി വെച്ചിട്ടുണ്ടായത്. ഞാൻ ഈ കണ്ണാടിയുടെ മുന്നിൽ ഫോൺ കൊടുത്ത് വെച്ചിട്ടാണ് ഇരുന്നിട്ടാണ് ചെയ്യണത്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ വാലയിട്ട് ഞാൻ കണ്ണെഴുതാറില്ല കേട്ടോ. കണ്ണെഴുതുമ്പോൾ എന്തോ എനിക്ക് ചൊറിച്ചിൽ വരും. ബട്ട് കണ്ണിന് വാലിടുമ്പോൾ വരുന്നില്ലടാ. അതെന്തായാലും ഞാനും കുറേ ആലോചിച്ച് നോക്കി. എന്തേലും ആവട്ടെ, അതെങ്കിലും ഇടാൻ പറ്റുന്നല്ലോ. അപ്പോൾ നമുക്ക് ഒരു പെട്ടി തുറന്നിട്ട് അതിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാം. അതിൻ്റെ ശബ്ദം പോവും, കാരണം തൊണ്ടവേദനയുടെ നല്ല കീട്ട് ക്ലിപ്പെടുത്ത്, പക്ഷേ ഞാൻ തലയിൽ കുത്തിടാം, നല്ല ഭംഗിക്ക് എടുത്ത് വെച്ചാൽ. പിന്നെ കെട്ടടി ഞാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടേ, അത് കാരണം കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് എടുക്കുന്നതന്നെ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറില്ല അങ്ങനെ, ബട്ട് ഇട്ടെന്നല്ല എടുത്തു. പിന്നെ സ്റ്റോപ്പ് ക്രീമും അതൊക്കെ മതി. ഫസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ക്രീം അപ്ലൈ ചെയ്യാം. ഞാൻ മൂക്കിനവിടെ മാത്രം അപ്ലൈ ചെയ്യും. അധികം തേച്ചാൽ നമ്മൾ കരിമാടി ആവൂടാ. അത് കാരണം ഉള്ള ഭംഗിയിലൊക്കെ മതി. അതുകാരണം നമ്മൾ അതെടുത്ത് മൂക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൂക്കിലൊന്ന് അപ്ലൈ ചെയ്യാം. അതിൻ്റെ പീച്ച വരൂല, കുറേ ആയി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത് കാരണം അതിൻ്റെ എടുത്തുനിന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞെക്കണതും കാണിച്ചെന്നത് തീരൂല. അത് കാരണം ഞാൻ ഞെക്കി എടുത്തിട്ടുണ്ട്. മൂക്കിൽ നല്ല പോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തിളങ്ങണ കണ്ടാ മിഞ്ഞിനെക്കൾ തിളങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് എടുക്കാം. ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യാനാണോ എന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് അവിടുത്തെ അപ്ലൈ ചെയ്യാനാണ്. ബ്ലഷ് ഇടാൻ. പക്ഷേ എത്ര ബ്ലഷ് ഇട്ടാലും കാണൂല, അതെന്താണെന്ന് എനിക്കും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ബ്ലഷ് ഇട്ട് നോക്കാം. അന്ന് ഒരു വ്യത്യാസമൊക്കെ കുറച്ച് നല്ലതല്ലേ, ഒരു ദിവസമല്ലേടാ. ബ്ലഷ് ഇട്ടുണ്ട്, അറിയണില്ലല്ലോ ബ്ലഷ് ഇട്ട കാര്യം തന്നെ. അപ്പോൾ നമുക്കിനി മുടി കെട്ടാം. മുടി കെട്ടുന്ന വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരികയാണെങ്കിൽ ഇന്നൊന്നും അത് കഴിയൂല. കുറേ പാളി ഒടുവിൽ എങ്ങനെയൊക്കെ കെട്ടിയതാണ്. ഞാനല്ലേ കെട്ടുന്നത്, അപ്പോൾ പറയണ്ടല്ലോ. പക്ഷേ കമ്മൽ നോക്കിയിട്ട് കമ്മൽ കാണാനില്ല. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഒരു കാര്യം നോക്കുമ്പോൾ അത് കാണൂല. അതിപ്പോൾ നമ്മൾ കുപ്പിവെള്ളം എടുത്തു. കുപ്പിവെള്ളം ഇട്ട കാലം മറന്നടാ. അത് കാരണം ഞാൻ ആദ്യമായിട്ട് കുപ്പിവെള്ളം ഇടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ എന്താ ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ ബസ് പോകടാ. 9:20 ബസ് വരുമ്പോൾ ഞാനെന്താ 9:16 ഇറങ്ങി ഓടിയോടെ എത്തുമ്പോഴോ ബസ് വന്നിട്ടുണ്ടാവും. അത് കാരണം ഒന്നും ഞാൻ ഇടാറില്ല, പകുതി സാധനങ്ങൾ മറക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ മതി. ചായ കുടിച്ചിട്ടില്ലടാ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.